നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗൺ പൗഡർ, അതായത് ഇഡ്ഡലിപ്പൊടി. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ട് ചീഞ്ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് അത് വറക്കാൻ വെച്ചിരിക്കുക. നന്നായി പൊരിഞ്ഞ് വരട്ടെ കായം. പുഴുങ്ങലരി 1/2 ഗ്ലാസ് ചീഞ്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്ത് വരട്ടെ. അരി നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അത് പൊട്ടണ ശബ്ദം കേട്ടാൽ നമുക്ക് ഓഫ് ചെയ്തിടാം. ഒരു പിടി അളവിൽ കടലപ്പരിപ്പ്, ഇതും ചുവക്ക വറുത്തെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൈ ആയിട്ട് വേണം വറുത്തെടുക്കാൻ. കടലപ്പരിപ്പ് ചുവക്ക വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉഴുന്ന് പരിപ്പ്, മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പ് 1 പിടി. ഉഴുന്ന് പരിപ്പും ചുവക്ക വറുത്തെടുക്കണം. ഡ്രൈ ഫ്രൈ ആയി വറുത്തെടുത്താൽ മതി. ഉഴുന്ന് പരിപ്പും ചുവക്ക വറുത്തെടുത്തിട്ടുണ്ട്. അടുത്തതായി മുളക് 7 ചുവന്ന മുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുരുമുളകും വരും, അതുകൊണ്ട് അതനുസരിച്ചിട്ട് മുളക് കൂട്ടിയും കുറച്ചും വയ്ക്കാം. മുളക് ചുവക്ക വറുത്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അതിനുശേഷം തൊലിയുള്ള ചെറുപയർ പരിപ്പ്, അത് 2 സ്പൂണ്. തൊലിയോട് കൂടിയുള്ള മൂങ് ദാലിന് ശേഷം നമ്മളിടുന്നത് 2 സ്പൂണ് തുവരപ്പരിപ്പ്. കുരുമുളക്, ഒരു വലിയ സ്പൂൺ കുരുമുളക്. അത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാം. കാരണം ചുവന്ന മുളക് എടുക്കുന്നുണ്ട്, അതനുസരിച്ചിട്ട് അത് കൂടുതലെടുക്കുക, അല്ലെങ്കിൽ ഇത് കൂടുതലെടുക്കുക, ഏതെങ്കിലും ഒന്ന് കൂടുതലെടുക്കുക, എരിവനുസരിച്ചിട്ട്. 1 സ്പൂണ് നല്ല ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ വാങ്ങിക്കാം. പിന്നെ ഉപ്പ് ഒന്ന് ജസ്റ്റ് ചൂടാക്കുക, അതിലുള്ള ജലാംശം കളയാൻ മാത്രം, ആവശ്യത്തിനനുസരിച്ചിട്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതെങ്ങനെ ഇരിക്കും. ഇനി ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. കൂടാതെ ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും വറുത്ത് ഒന്ന് ചീഞ്ചട്ടിയിലിട്ട് അതിൻ്റെ ജലാംശം പോകുന്നവരെ വറുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കുക. തണുത്തതിന് ശേഷം പൊടിക്കണം. തണുപ്പാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലിട്ട് എടുത്ത് വയ്ക്കും. ഈ പൊടി നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് ഒഴിക്കുക, വലിയവരാണെങ്കിൽ എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. തമിഴ്നാട്ടിലൊക്കെ ഇത് നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് കഴിക്കുക. പൊടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി കാണാം.